പ്രൊഫസർ ജിജു പി അലക്സ്, നോക്കൂ, ഞാനൊരു വാക്ക് ചൊറിച്ചിൽ എന്ന് ക്ഷമ കെട്ടാണ് ഇത്രയും കാലത്തെ എൻ്റെ ഈ ചർച്ചാ അവതരണ കാലങ്ങളിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അത് പ്രതിപക്ഷ നേതാവിന് ചാർത്തേണ്ടതല്ല എന്ന് ശ്രീ കെ ജെ ജേക്കബ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മാന്യതയെ അംഗീകരിക്കുന്നു. പക്ഷേ ചൊറിച്ചിലുള്ള ചില ആളുകളൊക്കെ പ്രതിപക്ഷ നേതാവിനെ ഉപദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് പരോക്ഷമായി ശ്രീ കെ ജെ ജേക്കബ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ശാസ്ത്ര സാങ്കേതിക, താങ്കൾ തന്നെ ഇന്ന് എഴുതി കണ്ടതുപോലെ പാരിസ്ഥിതിക സാമ്പത്തിക മേഖലകളിലൊക്കെ വൈദഗ്ധ്യമുള്ള ആളുകളുടെ ശുപാർശകളും ഒപ്പുവെക്കലുകളും സാക്ഷ്യപ്പെടുത്തലുകളും ഒക്കെയാണ് ഇവിടെ നടന്നത്. ഇന്നലെ മിനിഞ്ഞാന്നോ വൈകുന്നേരം പിണറായി വിജയൻ്റെ തലയ്ക്കകത്ത് എന്തോ തോന്നിയ ഒരു തോന്നലിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് ദിവസം ഇവിടെ നടന്നത് എന്ന അർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടക്കുന്നത്. ഈ 4.5 വർഷക്കാലം ചെയ്ത കാര്യങ്ങളെ താങ്കൾക്കൊരു 3 മിനിറ്റിൽ എന്ത് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താനാകും? എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒന്നാണ് അവരുടെ പ്രതികരണം, പ്രത്യേകിച്ച് വിദഗ്ധരുടെ പ്രതികരണം. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. 1952 മുതൽ ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. തീർച്ചയായും അതിൻ്റെ ഗുണഫലമായി വർഷങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം കുറഞ്ഞിട്ടുമുണ്ട്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. ആ ദാരിദ്ര്യം കുറഞ്ഞ പ്രക്രിയയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ്. കേരളത്തിന് അഭിമാനിക്കാൻ വകയുണ്ട്. ഇതിന് മുമ്പ് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ചില പാതകൾ വെട്ടിത്തുറന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഒരു 26-27 വർഷം മുമ്പ് നമ്മൾ ജനകീയാസൂത്രണം പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ, അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഊർജിതമായി എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാമെന്നുള്ള സാധ്യത കൈവന്നു. അത് വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയും ചെയ്തു. അപ്പോൾ എന്നോടൊപ്പം അഡ്വക്കേറ്റ് സുരേഷ് കുമാറുണ്ട്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എത്രയോ മനോഹരമായിട്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തത്. പ്രതിബദ്ധതയുള്ള ഏത് പ്രാദേശിക നേതാവും, പ്രത്യേകിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ളവർ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷവും നീതി ആയോഗിൻ്റെ പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച്, അല്ലെങ്കിൽ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യരേഖയെ പുനർനിർവചിക്കുന്ന ആ പ്രക്രിയ അവർ പൂർത്തീകരിക്കാൻ ശ്രമിച്ചു. അത് ചെയ്യുമ്പോൾ പോലും കേരളം എപ്പോഴും മുൻപന്തി തന്നെയാണ്. വളരെ മനോഹരമായിട്ട് നമുക്കതിനെ കവച്ചു വയ്ക്കാൻ കഴിഞ്ഞു. ദാരിദ്ര്യത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷവും അതിദാരിദ്ര്യത്തിൻ്റെ ചില തുരുത്തുകൾ അവശേഷിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നു. നമ്മുടെ ചുറ്റും സംഭവിച്ചു പോകാവുന്ന ഒന്നാണ്. അത് ആകസ്മികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അമർത്യ സെൻ പറഞ്ഞതുപോലെ കേവലം വരുമാനം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ ജീവിതം അസാധ്യമാക്കുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത ഒരു മനുഷ്യന് വലിയ തോതിലുള്ള സഹായം ആവശ്യമാണ്. ഇവിടെ എന്താ വളരെ ലളിതമാണ്. ഗവൺമെൻറ് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗം ആവിഷ്കരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടുപിടിച്ചതിന് ശേഷം കേരളത്തിൻ്റെ ഏതാണ്ട് സുശക്തം എന്ന് തന്നെ പറയാവുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഓരോരോ കാര്യങ്ങൾ അതാത് സമയത്ത് നൽകാൻ ശ്രമിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്കിതെല്ലാം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കി. അത് സ്ഥിരമായി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കി. സ്ഥിരമായി കിട്ടിയതിൻ്റെ പേരിൽ ഒരു ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു ഇത്രയും പേരെ വിവിധങ്ങളായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ അവർക്കുണ്ടായിരുന്ന വിഷമങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിച്ചുകൊണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ റിപ്പോർട്ടൊന്ന് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 10-22,000 ആൾക്കാർക്ക് സ്ഥിരമായി ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നാളെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ? നാളെ ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ് അല്ല ചെയ്യുന്നത്, അത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് നിയന്ത്രിക്കുന്ന വകുപ്പുകളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അവരെ കൂടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു ഏകോപനം വലിയ തോതിൽ സാധ്യമാണ്. നമ്മളെന്താണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു, അവരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞു, നിർബന്ധപൂർവ്വം അത് ചെയ്തേ പറ്റൂ എന്ന് നിഷ്കർഷിക്കാൻ കഴിഞ്ഞു. നിരന്തരമായി അത് മോണിറ്ററിംഗ് നടത്തി, ഇവാലുവേഷൻ നടത്തി. ഏറ്റവും അവസാനം എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, ഏറ്റവും അവസാനം ഈ പ്രഖ്യാപനം നടക്കുന്നതിന് ഏതാണ്ട് 2 മാസം മുമ്പ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നത് വീണ്ടും ഫീൽഡിൽ പരിശോധന നടത്തി. ഫീൽഡ് പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി. സോഷ്യൽ ഓഡിറ്റിങ്ങിനകത്ത് വന്ന റിപ്പോർട്ടുകളിനകത്ത് ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പുണ്ടെന്ന് മനസ്സിലാക്കി. ആ ഗ്യാപ്പുകൾ ഒന്നൊന്നായിട്ട് പരിഹരിച്ചു. അത് തദ്ദേശഭരണ വകുപ്പ് മന്ത്രി നേരിട്ടിരുന്ന ഓരോരോ പഞ്ചായത്തുകളിൽ ഓരോരുത്തരുടെയും 64,006 പേരുടെ ഡാറ്റാ ബേസ് ഉണ്ടെന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. അതൊരു MIS ആണ്, ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കൃത്യമായി ഡാറ്റാ ബേസ് ഉണ്ട്. ഓരോരുത്തരുടെ വീട്ടിൽ എന്തൊക്കെ ആവശ്യമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് ഡാറ്റയുണ്ട്. ആ ഇലക്ട്രോണിക് ഡാറ്റ ഉപയോഗിച്ച് അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ആ മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ളത്. അവർക്കത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം ഗവൺമെൻറ് അത് ചെയ്തിട്ടാണ്.
അത് ചെയ്യാതെ പറയുന്നതല്ല എന്നുള്ളതാണ്. എനിക്ക് ഈ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിൻ്റെ ഈ മാർഗ്ഗങ്ങളെക്കുറിച്ച്, രീതിശാസ്ത്രത്തെക്കുറിച്ചൊക്കെ നിരവധി, നേരത്തെ ശ്രീ ജേക്കബ് ഇവിടെ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള എഴുത്തുകുത്തുകൾ, ലേഖനങ്ങൾ, പബ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവർക്ക് പറയാമായിരുന്നു എന്താണ്, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ദാരിദ്ര്യം നിങ്ങൾ നിർണ്ണയിക്കേണ്ടത്, ഇങ്ങനെയല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തേണ്ടത്, നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു പാത സ്വീകരിക്കാം. ഇതൊന്നുമല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജനകീയാസൂത്രണം ഉണ്ടാക്കിയിട്ടുള്ളത് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്. അത് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു മാർഗ്ഗമാണ് താനും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിൽ വീണ്ടും പങ്കാളിത്ത സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ കണ്ടുപിടിക്കുന്നതിന് എന്താണ് കുഴപ്പം? എൻ്റെ അഭിപ്രായത്തിൽ നാളെ ലോകം പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ മാതൃകയെക്കുറിച്ചായിരിക്കും. ഒരു സംശയവും വേണ്ട. കേരളം അതാണ് ചെയ്യേണ്ടത്. കേരളം ഒരു സംശയവും വേണ്ട. മറ്റിടങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ വ്യത്യസ്തമായി നിരവധി അക്കാഡമിക് വിദഗ്ധർ ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സാമൂഹ്യ സംവിധാനങ്ങൾ, എന്താണ് നിങ്ങളുടെ മുഴുവൻ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു. ഹൗ ഡിഡ് യു കോർഡിനേറ്റ് തിങ്സ് എന്നുള്ളത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അതിനെ ആ രൂപത്തിൽ കാണുകയാണ് വേണ്ടത്. ബലഹീനതകളില്ലാന്ന് ഞാൻ പറയുന്നില്ല, ബലഹീനതകൾ ഉണ്ടാവാം. അവിടെ ഇവിടെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കഴിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ കൊണ്ടോ അവരുടെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മൾ ഈ മുഴുവൻ നടത്തിയിട്ടുള്ള ഈ നേട്ടങ്ങളെ, ലഭിച്ചിട്ടുള്ള ഈ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കരുത്, അതിനെ തമസ്കരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ശരിയാണ്. എന്തായാലും ഇന്നലെ വിദഗ്ധർ എഴുതിയ കുറിപ്പിൽ കണ്ട ഒരു കാര്യം, പ്ലാനിംഗ് ബോർഡുമായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിക്കൊന്ന് സംസാരിക്കാമായിരുന്നു. അതൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട്. അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 13ാം പഞ്ചവത്സര പദ്ധതി 2017 പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സമീപന രേഖയാണ്, അപ്രോച്ച് പേപ്പർ. ആ അപ്രോച്ച് പേപ്പർ വെബ്സൈറ്റിലുണ്ട്. പ്ലാനിംഗ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം, മലയാളത്തിലും ഇംഗ്ലീഷിലും. അതിനകത്ത് വളരെ കൃത്യമായി ഈ അതിദാരിദ്ര്യ അനുഭവിക്കുന്നവരെ വീടാന്തരം കണ്ടെത്തി ആ അതിദാരിദ്ര്യം പരിഹരിക്കാൻ ഞങ്ങൾക്ക് ആകുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് ആ ആശയം കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു പാരഗ്രാഫ് തന്നെയുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞതിന് ശേഷം 14ാം പഞ്ചവത്സര പദ്ധതി വന്നപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ സമീപന രേഖയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള ആ ഒരു ആശയം അത് വളർന്ന് വികസിച്ച് ഈ തരത്തിൽ എത്തുക ചെയ്തത് ഇത് പ്ലാനിംഗ് ബോർഡായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ്. പ്ലാനിംഗ് ബോർഡ് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമീപന രേഖയിൽ അതുണ്ട്. തീർച്ചയായിട്ടും അത് പറയുന്നതിനകത്ത് അർത്ഥമില്ല. തീർച്ചയായിട്ടും.